നമസ്കാരം. ഞാനൊരു സ്റ്റാഫ് നഴ്സാണ്. ഈ ഫീൽഡ് വളരെയധികം താല്പര്യത്തോടെയാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നത്. എൻ്റെ ഫാമിലി ആയാലും ഞങ്ങൾ വലിയ സാമ്പത്തികമൊന്നുമുള്ളവരൊന്നുമല്ല. ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചതും. അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, മോള് ആദ്യമായിട്ട് വാങ്ങിക്കുന്ന സാലറി അച്ഛൻ്റെ അമ്മയുടെയും പ്രാരാബ്ദങ്ങൾ തീർക്കുമെന്നൊക്കെ ഒത്തിരി ഇതുണ്ടായിരുന്നു. പക്ഷേ ഞാനും അതേ പ്രതീക്ഷയോടെയാണ് വന്നത്. പക്ഷേ പലപ്പോഴും എനിക്ക് അങ്ങനെ പറയത്തക്ക വലിയ സാലറിയോ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. പരിഹാസവും അത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ എന്നെപ്പോലെ തന്നെ ഓരോ സഹോദരിമാരും ഇവിടെ ഉണ്ട്. ആർക്കും അവരുടെ മനസ്സിനനുസരിച്ചുള്ള സാലറിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒത്തിരി വർക്ക് ലോഡാണ് ഞങ്ങൾക്ക്. കാരണം ഞങ്ങളിപ്പം ഈവനിങ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുന്നവർ തന്നെ ഞങ്ങളിപ്പോൾ ഇറങ്ങുമ്പം 7 മണിക്ക് ഞങ്ങൾ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്ന ഞങ്ങൾ വീട്ടിലെത്തുന്ന സമയം 10-11 മണിയാണ് വീട്ടിലെത്തുന്നത്. അപ്പോൾ അത്രയും സമയം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവും. ഞങ്ങളുടെ പേഷ്യൻസിൻ്റെ കാര്യത്തിലും എന്തായാലും. പിന്നെ ഒന്നാമത്തെ കാര്യം സ്റ്റാഫ് ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് എല്ലാവരുടെ പറഞ്ഞതാണ്. ഞങ്ങൾക്ക് വെച്ചാൽ ഈ സിറ്റുവേഷനിലെന്ന് വെച്ചാൽ ഫീവറാണ്, പനിയുടെ ഇതിൽ ഒത്തിരി പേഷ്യൻസ് വരുന്നതുകൊണ്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് തിരക്കാണ്. അപ്പം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് പിന്നെ അത് മാറ്റി വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല. എല്ലാവരും നമുക്ക് നോക്കിയേ പറ്റത്തുള്ളൂ. നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേനും 10-11 മണിയാവും. ഞങ്ങൾ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. ഞങ്ങൾക്ക് എന്തിനും യൂറിൻ പാസ് ചെയ്യാൻ പോലും ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല. അതിന് വേണ്ടിയിട്ട് കിട്ടുന്ന ശമ്പളം വളരെയധികം കുറവാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഇത്രയും സമരം. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന ഒരു നഴ്സുമാർക്ക് ആഗ്രഹമില്ല പുറത്തിറങ്ങി തെരുവിലിറങ്ങി സമരം ചെയ്യണമെന്ന് ഒരു നഴ്സുമാർക്ക് ആഗ്രഹമില്ല. ഞങ്ങളുടെ ഗതികേട് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. കാരണം ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയത്. ഞങ്ങൾക്ക് ജനറൽ നഴ്സിങ്ങിന് 10,500, BSc നഴ്സിങ്ങിന് 11,500 ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി. ഇതുകൊണ്ട് എന്താവും? നിങ്ങൾ തന്നെ പറഞ്ഞു, എന്താവും? ഒന്നും ആവത്തില്ല. ഒരു സാധനം വാങ്ങണമെങ്കിൽ തന്നെ കൊടുക്കണം. അപ്പോൾ ഒരു മാസത്തെ കഷ്ടിച്ച് ചിലവ് ഞങ്ങൾ എങ്ങനെയാണ് ഇത് ആക്കുന്നത്? അതൊരു ബസ് ഫെയർ. ഞങ്ങൾ അടുത്ത വീട്ടിലെ കുട്ടികളൊന്നും അല്ല പറഞ്ഞത്. എത്രയോ ദൂരെ നിന്നൊക്കെയാണ് പിള്ളേർ ഡ്യൂട്ടിക്ക് വരുന്നതും വെളുപ്പിനെയൊക്കെ വേണം ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ 3 ഷിഫ്റ്റാണ് പറയുന്നത്. 3 ഷിഫ്റ്റാണ്. 3 ഷിഫ്റ്റ് കറക്റ്റായിട്ട് വരും. പക്ഷേ 3 ഷിഫ്റ്റ് കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കറക്റ്റായിട്ട് കയറുന്നുണ്ടെങ്കിൽ തിരിച്ചിറങ്ങുന്നത് ഇപ്പോൾ 7 മണിക്കാണ് ഡ്യൂട്ടി അവസാനിക്കുന്നതെങ്കിൽ, നൈറ്റ് 7 മണിക്കാണ് ഡ്യൂട്ടി അവസാനിക്കുന്നതെങ്കിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുന്നത് 10-11 മണിയാവും. അത്രയും സമയം നമ്മൾ അവിടെ നിൽക്കും. കാരണം തിരക്കാണ്. നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ്, അതുപോലെ തന്നെ ഫയൽ എഴുത്ത്, ബാക്കി മറ്റൊന്ന് മറിച്ച് എല്ലാം ഉണ്ട്. എല്ലാം അതിൻ്റെ കൂടെയുള്ള ഓവർ ടൈം ഒന്നും കിട്ടാറില്ല. 10,500 തന്നെങ്കിൽ അത്രയും തരത്തുള്ളൂ. അതിൽ നിന്ന് എന്തെങ്കിലും കട്ടിങ് ഉണ്ടെങ്കിൽ അത് മാത്രമേ അങ്ങ് പോകും. അല്ലാതെ ഇങ്ങോട്ട് കിട്ടാനുള്ളതൊന്നും കിട്ടാറില്ല. ഒന്നുമില്ല. ഹസ്ബൻഡ് ഇപ്പം കല്യാണം കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ ചില ഭർത്താക്കന്മാർ ഇവിടെ ഉള്ളവരാണെങ്കിൽ അവർ വന്ന് ഈ 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവർ വന്ന് രാത്രിയൊക്കെ ആകുമ്പോൾ അവർ വന്ന് വിളിച്ചുകൊണ്ടുപോകും. അല്ലാത്ത പിള്ളേർ ഇവിടുന്ന് നിന്നോ എന്ത് ഇതിലാണ് 6 മണിക്ക് ശേഷം പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ഓട്ടോയിൽ കയറി. ഇപ്പോൾ നമ്മുടെ അറിയാമല്ലോ, ഇന്നത്തെ സാഹചര്യത്തിൽ പെൺകുട്ടികൾക്ക് ഒരു സുരക്ഷിതയില്ലാത്ത സ്ഥലമാണ്. അപ്പം ഈ 11 മണിക്കൊക്കെ, രാത്രി 11 മണിക്കൊക്കെ പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ഓട്ടോയിൽ പോകുന്നത് അത് വേറെ ഒരിടത്തും കാണില്ല. ഈ നഴ്സുമാരുടെ ഫീൽഡിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു ഇത് കാണത്തുള്ളൂ. വേറെ ഒരിടത്തും ഇങ്ങനത്തെ ഇത് കാണത്തില്ല. ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ലോൺ അടയ്ക്കാനുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പം എല്ലാം കൂടെ, പിന്നെ ബസ് ഫെയർ, ഇതെല്ലാം കൂടെ ഈ കിട്ടുന്ന സാലറി ഞങ്ങൾക്ക് ഒന്നിനും തികയത്തില്ല. അതിനുവേണ്ടി ഞങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെ ഇതിൽ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ആരോടും പക പോക്കാനോ അല്ലെങ്കിൽ ആരുടെയും പേഴ്സണലായിട്ട് ഒന്നുമല്ല. ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് മാന്യമായിട്ട് ഒരു സാലറി കിട്ടണം, അത്ര മാത്രമല്ല. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സമരം. എന്നാലേ ഞങ്ങൾക്ക് ലോൺ അടയ്ക്കാനും ഞങ്ങളുടെ പഠിച്ചതിൻ്റെ ലോണും അടച്ചു തീർക്കാനെങ്കിലും പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ സമരം ഇവിടെ നടത്തുന്നത്. ഇല്ല, 1:8 ഞങ്ങളോട് നേരത്തെ 1:13 ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കത് പേഷ്യൻസിൻ്റെ അടുത്ത് പറയാൻ പറ്റൂല. ഞങ്ങൾക്ക് ഇത്ര പേരെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വരുന്നവരെ നമ്മൾ നോക്കും, അത്രയേ ഉള്ളൂ.